കോഴിക്കോട് വടകരയിൽ കാരവാനിൽ 2 മൃതദേഹങ്ങൾ കണ്ട സംഭവം നാടിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. വാഹനത്തിൽ ഉറങ്ങിയവർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്നാണ് നിഗമനം. ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സംഭവത്തിൽ മറ്റു ദുരൂഹതകളില്ല. കാരണം ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് ഇങ്ങനെ കാറിനുള്ളിൽ AC ഇട്ട് കിടന്നുറങ്ങുക എന്നുള്ളത്. പെട്രോളോ ഡീസലോ ഉള്ള വാഹനമാണെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുറത്തു വരുന്നത്, വണ്ടി ഓഫായാൽ പുറത്തു വരുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അതുകൊണ്ട് മറ്റു ദുരൂഹതകളൊന്നുമില്ല. കാരവാൻ ഡ്രൈവർ മനോജും സഹായി ജോയലുമാണ് മരിച്ചത്. 2 ദിവസമായി ഈ കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങള് വന്നുള്ളൂ, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പരിശോധന കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. കുറേ നാളായി ജോലി 5-8 മാസമായി, 8 മാസത്തോളായിട്ടുള്ളൂ. AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വ്യക്തത കിട്ടൂവെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ കരിമ്പനം പാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണം ഒരുക്കി ഇന്നലെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തിലൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. കൃത്യമായി തന്നെ പോലീസിന് നിഗമനമുണ്ട്. കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണം എന്നുള്ള കാര്യത്തിൽ വടകര CI സുനിൽകുമാറാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. നമുക്ക് MS അനീഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. അനീഷ്, രാവിലെ ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടാവാം എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. നമുക്കറിയാം, ഇത്തരം മരണങ്ങൾ ഒരുപാട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനങ്ങൾ AC ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയല്ലേ സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ആദ്യം കാരവാനിൽ 2 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നു. സാധാരണഗതിയിൽ ഈ കാരവാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും. സാധാരണക്കാർക്ക് അത്തരത്തിലാണ് പരിചയം. നാട്ടുകാരും അത്തരമൊരു സംശയമാണ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചത്. എന്നാൽ പിന്നീടാണ് ഈ മലപ്പുറത്തെ പൊന്നാനിയിലുള്ള ഒരു കമ്പനി, ആ കാരവാൻ നൽകുന്ന ഒരു കമ്പനിയിൽ നിന്നൊരു കാരവാനാണ് ഇതെന്ന് കണ്ടെത്തിയത്. ഒപ്പം ഈ ആളുകൾ, ഈ മരിച്ചു കിടക്കുന്ന ആളിൽ മനോജ് എന്നയാൾ കാരവാന്റെ ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിയായ ജോയൽ എന്നയാൾ ഇദ്ദേഹത്തിന്റെ സഹായിയുമാണ് എന്ന് വ്യക്തമായത്. അവർ കണ്ണൂരിലൊരു വിവാഹ പാർട്ടിയിൽ, അതായത് വിവാഹ പാർട്ടിക്ക് സഞ്ചരിക്കാനായി വാഹനത്തിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും മടങ്ങി വരുന്ന വഴിയായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ വാഹനം നിർത്തിയിട്ടത്. അതുകൊണ്ട് അവർ വരുന്ന വഴിയിൽ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഒരിടത്ത് വാഹനം നിർത്തി ഭക്ഷണം കഴിച്ച ശേഷം ഒരുപക്ഷെ അല്പസമയം ഒന്ന് മയങ്ങാം, ഒന്ന് ഉറങ്ങാം എന്ന് കരുതി വാഹനം ഒരു വശത്തൊതുക്കി വിശ്രമിച്ചതാവാനാണ് സാധ്യത. അതിനുശേഷം AC ഓഫ് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കാം. ആ സമയത്ത് ഈ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള ഈ ശ്വാസോച്ഛ്വാസം നടത്തേണ്ട വിശ്വാസവായു ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ കാർബൺ മോണോക്സൈഡ് ഈ ചേംബറിനുള്ളിൽ, ഈ കാരവാനുള്ളിൽ നിറയുകയും അത് ശ്വസിച്ച് ഇരുവരും മരിക്കുകയും ചെയ്തേക്കാം എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഒരാൾ ഈ പിൻവശത്തെ ബർത്ത് ഭാഗത്തും അടുത്തയാൾ ഈ പടിക്കെട്ടിനോട് ചേർന്ന ഭാഗത്തുമാണുള്ളത്. അതൊരു പക്ഷേ ഉള്ളിൽ കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ വന്നതുകൂടി പുറത്തേക്ക് പോകാൻ ഒരു ശ്രമം, കതക് തുറന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ശ്രമം നടത്താൻ വന്നപ്പോഴേക്കും അദ്ദേഹം പൊഴിഞ്ഞു വീണിരിക്കാം എന്ന ഒരു കണക്കൂട്ടിലാണുള്ളത്. നിലവിൽ പോലീസിന് ഒപ്പം ഈ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മറ്റ് ഫോറൻസിക് വിദഗ്ധരും ഒക്കെ വാഹനത്തിൽ പരിശോധന നടത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിട്ടുണ്ട്. ദുരൂഹമായ അല്ലെങ്കിൽ സംശയാസ്പദമായ കാര്യങ്ങളൊന്നും
ഈ വാഹനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസും മറ്റ് തെളിവ് ശേഖരണം നടത്തിയ ആളുകളും പറയുന്നത്. പക്ഷേ ഇത്തരമൊരു അപകട മരണം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ദുരൂഹമായ സാഹചര്യത്തിലുള്ള മരണമായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. പോലീസ് പറയുന്നത് പ്രാഥമികമായി ശ്വാസം ലഭിക്കാതെ അല്ലെങ്കിൽ വിഷവാതകം ശ്വസിച്ചായിരിക്കാം മരണം നടന്നത് എന്നാണ്. പക്ഷേ അവർക്ക് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്ന മുറയ്ക്കാവും ഇതിന്റെ ഒരു വ്യക്തത വടകര പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെ പോലീസ് ഈ അന്വേഷണം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ AC ഓൺ ചെയ്ത് കിടന്നുറങ്ങുന്ന കാരവാന്റെ 2 സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ ആളുകൾ 2 പേരും മരിച്ചത്. ഒന്ന് സ്റ്റെപ്പിലാണ് ഒരാൾ മരിച്ചു കിടന്നത്, മറ്റൊരാൾ തൊട്ടപ്പുറത്തെ ക്യാബിലാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കാരവാൻ എന്ന് പറഞ്ഞാൽ കാറ് പോലെയല്ല, വലിയ വാഹനമാണ്, ഒരുപാട് സൗകര്യങ്ങളുള്ള വാഹനമാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ടത് കാരവാൻ പോലെയുള്ള വാഹനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കും എന്നുള്ളതാണ്. കാറിലെ ഒരു മുന്നിലും പുറകിലും ഇരിക്കുന്ന സീറ്റുകളിൽ ഒരു കമ്പാർട്ട്മെന്റിൽ മാത്രം ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇങ്ങനെ AC എവിടെയൊക്കെ സ്പ്രെഡ് ആകുന്നു അവിടെയൊക്കെ ഈ കാർബൺ മോണോക്സൈഡ് എന്ന വാതകം വ്യാപിക്കുമെന്നുള്ളതും ഇത്തരം മരണങ്ങൾ അതിലും, കാരണം കാരവാനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. മണിക്കൂറുകളോളം കാരവാൻ ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നവരുമൊക്കെ ഉണ്ട്. ആഡംബരത്തിന്റെ അവസാന വാക്കുകൂടിയാണ് ഇപ്പോൾ നമുക്ക് കാരവാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാരവാനിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിന്റെ ഉദാഹരണം കൂടി ആവുകയാണ് ഈ സംഭവം. അനീഷ്, തീർച്ചയായും ഈ കാരവാൻ ആഡംബരത്തിന്റെ അവസാന വാക്കായി ഒരു കാലത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം സിനിമാ താരങ്ങളാണ് ആദ്യകാലത്ത് ഈ കാരവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം പലയിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക. അവർക്ക് ഈ മോശം സാഹചര്യങ്ങൾ, അതായത് കനത്ത ചൂട്, മഴ, അല്ലെങ്കിൽ ഈ പോകുന്ന ഇടങ്ങളിൽ വസ്ത്രം മാറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാതിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും സിനിമാ ചിത്രീകരണങ്ങൾ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് കൂടുതലായും സിനിമാ താരങ്ങളാണ് ഇത്തരം കാരവാനുകൾ ഉപയോഗിച്ചു വന്നിരുന്നത്. ആദ്യകാലങ്ങളിൽ പ്രമുഖ സൂപ്പർ താരങ്ങളൊക്കെയാണ് ഉപയോഗിച്ചെങ്കിൽ പിന്നീട് യുവതാരങ്ങളടക്കമുള്ളവർക്ക് വേണ്ടി കാരവാൻ, ഈ പ്രധാന താരങ്ങൾക്ക് വേണ്ടി 1-2 കാരവാൻ ഉപയോഗിക്കുക. മറ്റ് ജൂനിയർ താരങ്ങൾ അല്ലെങ്കിൽ താരതമ്യേന വലിയ താരമൂല്യമില്ലാത്ത താരങ്ങൾക്കായും കാരവാൻ നൽകുന്ന സംവിധാനമൊക്കെ സിനിമാ മേഖലയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരവാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു നയം തന്നെ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, അദ്ദേഹം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിരുന്നു. കാരവാൻ ടൂറിസത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള നയങ്ങൾ മാറ്റുകയും അതിന് പ്രത്യേക പ്രോത്സാഹനം നൽകുകയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കാരവാൻ ടൂറിസത്തിനായി അല്ലെങ്കിൽ കാരവാനുകൾ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ കാരവാൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് ഇടങ്ങളിൽ, പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നു. അത്തരത്തിലൊരു ടൂറിസം, കാരവാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട കമ്പനികളിലൊന്നാണ് ഈ മനോജും ഈ ജോയിലുമൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനം. അവർ ഈ വാഹനം തന്നെ നോക്കിയാൽ ഒരു വിവാഹ ഓട്ടത്തിനായി പോയ കാരവാനാണ്. കാരണം പരമ്പരാഗതമായ ഈ ടൂറിസ്റ്റ് വണ്ടികളിലും അല്ലെങ്കിൽ AC ഉള്ള മറ്റു വണ്ടികളൊക്കെ പോകുന്നതിനപ്പുറം കുറച്ചുകൂടി ആഡംബരം നിറഞ്ഞ ഒരു വണ്ടിയിലേക്ക് യാത്ര മാറ്റുക. ഒപ്പം ഈ വിവാഹം കഴിയുന്ന വധൂവരന്മാർക്കൊക്കെ വളരെ ആഡംബരമായ രീതിയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും മറ്റുമൊക്കെ ഈ കാരവാൻ ഉപയോഗിക്കുന്ന ഒരു കാലം. ഒപ്പം കുടുംബസമേതം നടത്തുന്ന ടൂറുകൾക്ക്, വിനോദസഞ്ചാര യാത്രകൾക്ക് കാരവാൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കാരവാൻ മലപ്പുറത്തു നിന്നും കണ്ണൂരിന് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കാരവാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചേംബർ എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. കാരണം ഈ മറ്റ് ബസ്സുകൾക്ക്, സ്വകാര്യ ബസ്സുകൾക്കൊക്കെ ഉള്ള പോലെ മറ്റ് വിൻഡോകളോ അല്ലെങ്കിൽ മറ്റ് ഷട്ടറുകളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതിന് 4 വശവും ഗ്ലാസാൽ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ ഒരു പഴുത് പോലും പുറത്തേക്കില്ലാത്ത വിധം ഭദ്രമായ ഒരു പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാരവാനുള്ളത്. പൂർണ്ണമായും ശീതീകരണ സംവിധാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ഉപയോഗിച്ച് മാത്രമാണ് ഇതിനുള്ളിലെ അന്തരീക്ഷവായു പലപ്പോഴും ശുദ്ധമായി നിലനിർത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കാരവാൻ അവർ വഴിയരികിൽ ഒതുക്കിയ ശേഷം വാഹനം ഓൺ ചെയ്ത് ഇതിനകത്ത് വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സാങ്കേതിക തകരാറുകൾ മൂലമോ മറ്റൊക്കെ അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ ഒരു ലഭ്യത കുറവോ മറ്റും മൂലമൊക്കെ ഈ കാരവാൻ ഓഫായി പോവുകയോ അല്ലെങ്കിൽ ഇതിന്റെ AC സംവിധാനം പ്രവർത്തിക്കുകയോ തിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്.
നമുക്കറിയാം ഈ വടകരയിൽ ഭക്ഷണം കഴിച്ച ശേഷം ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വിശ്രമിച്ചിട്ട് യാത്ര പുനരാരംഭിക്കാം എന്ന് കരുതിയാവും ഇവർ ഈ കാരവാനിനുള്ളിൽ കടന്നുറങ്ങിയത്. പക്ഷേ കാരവാനിലെ ഉറക്ക സുഖത്തിൽ കൂടുതൽ സമയം ഉറങ്ങിപ്പോയതുകൊണ്ട് അവർ ഒരുപക്ഷെ കാരവാൻ ഓഫായതോ അതിന്റെ ഈ AC-യുടെ പ്രവർത്തനം നിലച്ചതോ അറിഞ്ഞിട്ടുണ്ടാവില്ല. AC ആണ് ഏകമാർഗം. ഒരു ജനാല പോലെ അകത്തു നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് അകത്തേക്കുമൊക്കെ ഈ ശുദ്ധവായു എത്തിക്കാൻ പറ്റുന്ന ഏകമാർഗം AC ആയിരുന്നു. ആ സംവിധാനം പരാജയപ്പെട്ടതോടുകൂടി ഇതിനുള്ളിൽ നിന്ന കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ചിരിക്കാനുമാണ് സാധ്യത. ഒരാൾ ഈ രണ്ടുപേരും പിൻവശത്ത് ബർത്തിലായിരിക്കും കടന്നുറങ്ങിയത്, അല്ലെങ്കിൽ ആ ഭാഗത്തായിരിക്കും. ഒരാൾ അവിടെ നിന്നും മുന്നോട്ട് ഈ പ്രവേശന കവാടത്തിലേക്ക് എത്തി ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തിയതാവാം അദ്ദേഹം മുൻവശത്ത് അദ്ദേഹത്തിനെ കാണാൻ ഇടയാക്കിയത്. എന്തായാലും അങ്ങേയറ്റം അപകടകരമായ സാഹചര്യം തന്നെയാണ്. നേരത്തെയും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിൽ AC ഇട്ട് ഒരു വാഹനത്തിൽ കിടന്ന് ഉറങ്ങരുത്, ഒരുപാട് സമയം ഇത്തരത്തിൽ വിശ്രമിക്കുന്നതൊക്കെ അപകടകരമായ ഒരു സാഹചര്യം വിളിച്ചു വരുത്തും എന്നൊക്കെയുള്ള പലവട്ടമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയ നേരത്തേക്കാവും അവർ വിശ്രമിക്കണമെന്ന് കണക്കുകൂട്ടിയിരുന്നു. നമ്മളൊക്കെ അടക്കം പലപ്പോഴും യാത്രകൾ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ നമുക്കും പലപ്പോഴും പറ്റുന്നതാവും. കാരണം രാത്രിയൊക്കെ ദീർഘനേരം ഡ്രൈവ് ചെയ്ത് ക്ഷീണിതരാകുമ്പോൾ അല്പനേരം വാഹനം ഒരു വശത്ത് ഒതുക്കി വിശ്രമിക്കാമെന്ന് കരുതി വിശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ അരമണിക്കൂർ എന്ന് കരുതി വിശ്രമിക്കുന്ന ആ വിശ്രമം കൂടുതൽ ദൈർഘ്യത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ധനം തീരുന്നതിനും ഈ വാഹനത്തിന്റെ AC സംവിധാനം തകരാറിലാവുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം വലിയ അപകടങ്ങൾ ഇത്തരത്തിൽ വിശ്രമിക്കുമ്പോൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വാഹനങ്ങൾ നമുക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ നമുക്കറിയാം അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഈ ഉറക്കത്തിലുള്ള ഡ്രൈവിംഗ്, അതായത് ഉറക്കം പിടിച്ചുള്ള ഡ്രൈവിംഗിലാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതിന് പറയുന്നൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് അല്പനേരം റോഡ് അരികിലെങ്ങാനും വാഹനം ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിച്ചതിന് ശേഷമോ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു 10 മിനിറ്റ് ഉറങ്ങുക എന്നുള്ളത്. അവിടെ അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം അത്തരം കാര്യങ്ങൾ നമ്മളോട് പലരും പറയാറുണ്ട്. പക്ഷേ അപ്പോൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ AC ഓൺ ചെയ്തിട്ട് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ഇന്ധന നില കൂടി പരിശോധിക്കേണ്ടി വരും. കാരണം ഈ വളരെ ഇന്ധനം തീർന്നു കഴിയുമ്പോഴാണ് വാഹനം ഓഫ് ആവുകയും തുടർന്ന് AC പ്രവർത്തിക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അത് നമ്മൾ ശ്വസിക്കാനിടയാവുകയും മരണം സംഭവിക്കുകയും വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ഡയലമയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അനീഷ്, ഇവിടെ ഈ കാരവാനിന്റെ ഷേപ്പൊക്കെ നമുക്ക് കാരവാനുമായി ബന്ധപ്പെട്ട് ഇവർ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ കാരവാനിലൊക്കെ ഇതിനു മുൻപും ഈ പറഞ്ഞ പോലെ ദീർഘദൂര യാത്രകളിലൊക്കെ ഉറങ്ങുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ഇത്തരം ഒരു അപകടം ഒരു പക്ഷേ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്, സംശയമില്ല. കാരണം കാരവാൻ പോലുള്ള സംവിധാനത്തിലും ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവരുടെ ബന്ധുക്കളൊക്കെ മറ്റൊന്നും സംശയിക്കുന്നില്ലല്ലോ അല്ലെ ഇതുമായി ബന്ധപ്പെട്ട്? MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനമുണ്ട് എങ്കിൽ പോലും ഇതിൽ അന്വേഷണം തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാകും വടകരയിൽ കാരവാനിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുക എന്നുള്ളതാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.